ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതിൻ്റെ ആൻസറുമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു 80% യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Sketch a gating system including sprue, runner and riser and label each part. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഗേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന്, അതുപോലെ തന്നെ ഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫിഗറും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോർമലി ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അതിനുശേഷം ഈ ഒരു ഫിഗർ, നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഈ ഫിഗർ എന്താണ് ഗേറ്റിംഗ് സിസ്റ്റം, ആ ഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ഉൾപ്പെടെയുള്ളൊരു ഫിഗർ, ഈ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുക. അതിൻ്റെ ഓരോ പാർട്ടും ലേബൽ ചെയ്യുക. അതിനുശേഷം ഓരോ പാർട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് എഴുതുക. അതിനുശേഷം അതിൻ്റെ ആ ഫംഗ്ഷനും എഴുതുക. അങ്ങനെ അതൊരു പൂർണ്ണതയിലേക്ക് എത്തും. അതുപോലെ നിങ്ങൾക്ക് അപ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഗേറ്റിംഗ് സിസ്റ്റം അതാണ് ചോദ്യം. A gating system is a network of channel through which molten metal flow into the mold cavity in a casting process. Its design is critical for ensuring smooth, controlled metal flow and high quality casting. അന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആദ്യം കിട്ടുന്നത് എന്താണ്, ഒരു മെറ്റൽ കാസ്റ്റിങ്ങിൽ നമ്മൾ മെറ്റൽ മെൽറ്റിംഗ് ടെമ്പറേച്ചറിന് മുകളിൽ ഹീറ്റാക്കി അതിന് ഉരുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോൾട്ടൺ മെറ്റൽ എന്ന് പറയുന്നത്. ഈ മോൾട്ടൺ മെറ്റൽ നമ്മൾ ഒഴിക്കുന്നു. അതിനുശേഷം ഇത് നമുക്ക് വേണ്ട മോൾഡ് ക്യാവിറ്റിയിൽ വരുന്നു. അങ്ങനെ അത് സോൾഡിഫൈ ചെയ്ത് തണുപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ട കാസ്റ്റഡ് പ്രൊഡക്റ്റ് കിട്ടുന്നു. അങ്ങനെ ആ ഒഴുകുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മോൾഡ് ക്യാവിറ്റിയിൽ വന്ന് അതിനുശേഷം അത് പുറത്തേക്ക് പോകുന്ന ഈ ഒരു വഴിയിനെയാണ് ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മൾ കാണുന്ന കമ്പോണന്റിനെയാണ് പോറിംഗ് ബേസിൻ എന്ന് പറയും. പോറിംഗ് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന ആ ഒരു ഏരിയനെയാണ്, അല്ലെങ്കിൽ ആ ഒരു റീജിയനെയാണ് പോറിംഗ് ബേസിൻ എന്ന് പറയുന്നത്. അതിനുശേഷം ആ മോൾട്ടൺ മെറ്റൽ വരുന്ന വഴിയെയാണ് സ്പ്രൂ എന്ന് പറയുന്നത്. സ്പ്രൂവിന് ശേഷം വരുന്ന ആ ഒരു വഴിയെയാണ് എന്ത് പറയുന്നത്, റണ്ണർ എന്ന് പറയും. റണ്ണറിന് ശേഷം ഗേറ്റിലേക്ക് വരും. ഗേറ്റിന് ശേഷം മോൾഡ് ക്യാവിറ്റിയിലേക്ക് വരും. ആ മോൾഡ് ക്യാവിറ്റിയുടെ ഷേപ്പിലായിരിക്കും നമുക്ക് ഒരു ഫിനിഷ്ഡ് കാസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അതിനുശേഷം വീണ്ടും ആ മോട്ടറിനായിട്ടുള്ള മെറ്റൽ റൈസറിലേക്ക് എത്തും. ഇങ്ങനെയുള്ള ആ വഴിയെയാണ് ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഗേറ്റിംഗ് സിസ്റ്റം എന്താണെന്നൊരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുമല്ലോ. ഓക്കെ, ഇനി ഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഓരോ കമ്പോണൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. ആദ്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം സ്പ്രൂ എന്താണെന്നാണ്. സ്പ്രൂ എ വെർട്ടിക്കൽ ചാനൽ ത്രോ വിച്ച് ദ മോൾട്ടൺ മെറ്റൽ ഈസ് poured into the mold. എ വെർട്ടിക്കൽ ചാനൽ. ഈ ഫിഗറിലേക്ക് നോക്കി, നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഉരുകിയ മെറ്റൽ അല്ലെങ്കിൽ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു ചാനലിനെ പറയുന്ന പേരാണ് എന്ത്, സ്പ്രൂ. ഓക്കെ, അതാണ് സ്പ്രൂ. അതിനുശേഷം അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ആക്ട് ആസ് ദ മെയിൻ എൻട്രി പോയിന്റ്, കൺട്രോൾസ് ദ ഫ്ലോ റേറ്റ് ഓഫ് ദ മോൾട്ടൺ മെറ്റൽ, മിനിമൈസ് ടെർബുലൻസ് ആൻഡ് എയർ എൻട്രാപ്പ് ഡ്യൂറിങ് ഫ്ലോ. ഈ ഫ്ലോയിൽ നമ്മൾ ആദ്യമായിട്ട് മെറ്റൽ വരുന്ന ആ ഒരു റീജിയനെയാണ് പോറിംഗ് ബേസിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ആ മെറ്റൽ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാന ഫംഗ്ഷനും കൂടിയാണ് സ്പ്രൂവിൻ്റെ. അതുപോലെ തന്നെ ടെർബുലൻസ്, അവിടുത്തെ ടെർബുലൻസ് കുറയ്ക്കും. ടെർബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ വരുന്ന വെലോസിറ്റി, സിക്സാഗ് ആയിട്ട് പോകുന്ന വെലോസിറ്റിനാണ് ടെർബുലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര ടെർബുലൻ്റ് ആയിട്ടാണ് ഫ്ലോ വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്കവിടെ പ്രോപ്പറായിട്ടുള്ള കാസ്റ്റിംഗ് നടക്കില്ല. അപ്പോൾ അവിടുത്തെ ടെർബുലൻസ് കുറയ്ക്കും. അതുപോലെ തന്നെ അവിടുത്തെ എയർ, ട്രാപ്പ് ചെയ്തേക്കുന്ന എയർ കുറയ്ക്കും. എയർ കൂടുതൽ ട്രാപ്പ് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത്, അവിടെ ബബിൾസ് ഫോം ചെയ്തിട്ട് നമുക്കൊരു പ്രോപ്പർ കാസ്റ്റഡ് സ്ട്രക്ചർ കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സ്പ്രൂ സഹായിക്കും. അപ്പോൾ അതാണ് ആദ്യത്തെ കമ്പോണൻറ്റ് സ്പ്രൂ. ഇനി രണ്ടാമത്തെ കമ്പോണൻറ്റ് എന്താ, റണ്ണർ. റണ്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എ ഹൊറിസോണ്ടൽ ചാനൽ ദാറ്റ് ക്യാരീസ് മോൾട്ടൺ മെറ്റൽ ഫ്രം ദ സ്പ്രൂ ടു ദ ഗേറ്റ്. ഈ സ്പ്രൂവിൽ നിന്ന് ഗേറ്റിലേക്ക് പോകുന്ന ആ ഒരു ഹൊറിസോണ്ടൽ ചാനൽ കണ്ടോ, സ്പ്രൂവിൽ നിന്ന് ഗേറ്റിലേക്ക് പോകുന്ന ഹൊറിസോണ്ടൽ ചാനലിനെയാണ് നമ്മൾ റണ്ണർ എന്ന് പറയുന്നത്. ഇനി റണ്ണറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്ട്രിബ്യൂട്ട് മെറ്റൽ ഈവൻലി ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ മോൾഡ് ക്യാവിറ്റി, ഹെൽപ്സ് കൺട്രോൾ ഫ്ലോ ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി, കണക്ട്സ് ദ സ്പ്രൂ ടു വൺ ഓർ മോർ ഗേറ്റ്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ ഒഴുകുന്ന ആ
ഒരു മോൾട്ടൺ മെറ്റലിൻ്റെ വെലോസിറ്റി കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സ്ക്രൂവും ഗേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പാസേജ് കൊടുക്കുന്നതും ഈ പറഞ്ഞ റണ്ണറാണ്. ഓക്കെ, അപ്പോൾ അതാണ് റണ്ണറിൻ്റെ ഫങ്ഷൻസ്. ഇനി മൂന്നാമതായിട്ടുള്ള കമ്പോണൻ്റ് എന്താണ്? മൂന്നാമതായിട്ടുള്ള കമ്പോണൻറ്റ് ഗേറ്റ്. എ സ്മോൾ ഓപ്പണിംഗ് ദാറ്റ് കണക്ട്സ് ദ റണ്ണർ ടു ദ മോൾഡ് ക്യാവിറ്റി. ഈ ഫിഗറിലേക്ക് നോക്കിയേ, ഈ റണ്ണറും ഈ പറഞ്ഞ റണ്ണറും മോൾഡ് ക്യാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കാസ്റ്റിംഗ് നടക്കുന്ന റീജിയൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണോ നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു റീജിയനാണ് മോൾഡ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റണ്ണറിനെ മോൾഡ് ക്യാവിറ്റിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഗേറ്റ് എന്ന് പറയുന്നത്. എ സ്മോൾ ഓപ്പണിംഗ് ദാറ്റ് കണക്ട്സ് റണ്ണർ ടു ദ മോൾഡ് ക്യാവിറ്റി. ഇനി ഗേറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റെഗുലേറ്റ്സ് ദ ഫ്ലോ ഓഫ് മോൾട്ടൺ മെറ്റൽ ഇൻ ടു ദ മോൾഡ്, helps traps impurity by limiting the entry speed, can be designed to break off easily from the casting after solidification കഴിഞ്ഞിട്ട് ഈസിലി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കും കാസ്റ്റഡ് പ്രൊഡക്റ്റിനെ. അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീനെ, അതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റി കൂടുതലായിട്ട് മോൾഡ് ക്യാവിറ്റിയിലേക്ക് പോകാതെ തടഞ്ഞു നിർത്താൻ ഗേറ്റ് സഹായിക്കും. അതുപോലെ തന്നെ മോൾട്ടൺ മെറ്റലിൻ്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനും ഈ പറഞ്ഞ ഗേറ്റ് സഹായിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഗേറ്റിൻ്റെ ഫംഗ്ഷൻ. ഇനി അടുത്തായിട്ടുള്ള കമ്പോണൻ്റ് എന്താണ്? റൈസർ ഓർ ഫീഡർ. നമ്മൾ ഈ മോൾട്ടൺ മെറ്റൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ക്രൂവിലേക്ക് വരുന്നു, സ്ക്രൂവിൽ നിന്ന് റണ്ണറിലേക്ക് വരുന്നു, റണ്ണറിൽ നിന്ന് ഗേറ്റിലേക്ക് വരുന്നു, ഗേറ്റിൽ നിന്ന് മോൾഡ് ക്യാവിറ്റിയിലേക്ക് വരുന്നു. ഈ മോൾഡ് ക്യാവിറ്റി നിറഞ്ഞതിന് ശേഷം വീണ്ടും അത് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ മോൾഡ് ക്യാവിറ്റി നിറഞ്ഞതിന് ശേഷം വീണ്ടും റൈസറിലേക്ക് വരുന്നു. ശരിക്കും നമുക്ക് ഈ റൈസറിൻ്റെ ആവശ്യമില്ല, നമുക്ക് മോൾഡ് ക്യാവിറ്റി നിറഞ്ഞാൽ മതി. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾഡിഫിക്കേഷൻ നടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പല കെമിക്കൽ പ്രോസസ്സ് കാരണം നമുക്ക് വേണ്ടത്ര മെറ്റൽ അല്ലെങ്കിൽ ഒരു മോൾട്ടൺ മെറ്റൽ ലഭിക്കില്ല. അപ്പോൾ എന്താ, മോൾട്ടൺ മെറ്റലിൻ്റെ അഭാവത്തിൽ ആ ഒരു നമുക്ക് വേണ്ട പ്രോപ്പർ സ്ട്രക്ചർ അല്ലെങ്കിൽ വേണ്ട കാസ്റ്റഡ് പ്രൊഡക്റ്റ് ലഭിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു അഡീഷണൽ റിസർവോയർ ആണ് ഈ റൈസറിൽ കൊടുക്കുന്ന മോൾട്ടൺ മെറ്റൽ. എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോൾഡിഫിക്കേഷൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് മെറ്റൽ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ദിവൻ ഇതുവഴി ഇറങ്ങി വരും, ഇതുവഴി റൈസറിൽ നിന്ന് തിരിച്ച് മോൾഡ് ക്യാവിറ്റിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മോൾട്ടൺ മെറ്റൽ സോൾഡിഫിക്കേഷൻ സമയത്ത് കിട്ടും. ഓക്കെ, അങ്ങനെ ഒരു റിസർവോറായിട്ട് ആക്ട് ചെയ്യുന്നൊരു പോർഷനാണ് റൈസർ. എ റിസർവോർ ദാറ്റ് സ്റ്റോർസ് എക്സസ് മോൾട്ടൺ മെറ്റൽ. കൂടുതലായിട്ടുള്ള മോൾട്ടൺ മെറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡ് ക്യാവിറ്റിയിൽ നിന്ന് കഴിഞ്ഞ് പിന്നീട് വരുന്ന എക്സസ് ആയിട്ടുള്ള മോൾട്ടൺ മെറ്റൽ റൈസറിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ റൈസറിൽ നിന്ന് സോൾഡിഫിക്കേഷൻ സമയത്ത് നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് റൈസറിൽ നിന്ന് തിരിച്ച് മോൾഡ് ക്യാവിറ്റിയിലേക്ക് ഈ പറഞ്ഞ മോൾട്ടൺ മെറ്റൽ ഇറങ്ങി വരുന്നു. അതിന് സഹായിക്കുന്ന ആ ഒരു കമ്പോണൻ്റ് ആണ് റൈസർ. കോമ്പൻസേറ്റ്. ഇനി നമുക്ക് റൈസറിൻ്റെ ഫങ്ഷൻസ് നോക്കാം. കോമ്പൻസേറ്റ് ഫോർ മെറ്റൽ shrinkage as the casting solidifies, ensure mold cavity remains filled during cooling, helps improve casting quality by preventing warts or shrinkage defects. ഷ്രിങ്കേജ് അതുപോലെ തന്നെ മറ്റുള്ള പല ഡിഫക്ട്സ് തടയാൻ സഹായിക്കും. നമുക്ക് എക്സസ് ആയിട്ട് ഈ പറഞ്ഞ മോൾട്ടൺ മെറ്റൽ എപ്പോഴാണോ ആവശ്യം വരുന്നത് അത് കൊടുക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ മോൾട്ടൺ മെറ്റലിൻ്റെ ഒരു റിസർവോറായിട്ട് ഈ പറഞ്ഞ റൈസർ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റൈസറിൻ്റെ ഫങ്ഷൻസ്. റൈസറിന് നമ്മൾ ഫീഡർ എന്ന മറ്റൊരു പേരിലും പറയും. ഓക്കെ, ഇതാണ് 4 കമ്പോണൻസ്. ഇനി അടുത്തായിട്ട് ഹൗ ഇറ്റ്സ് വർക്ക്സ്, എങ്ങനെയാണ് ഈ പറഞ്ഞ ഗേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് നമ്മൾ പഠിച്ചു. ആദ്യം സ്ക്രൂ പഠിച്ചു, അതിനുശേഷം റണ്ണർ പഠിച്ചു, അതിനുശേഷം ഗേറ്റ് പഠിച്ചു, അതിനുശേഷം മോൾഡ് ക്യാവിറ്റി ഉണ്ട്, അതിനുശേഷം റൈസർ പഠിച്ചു. ഈ 4 കമ്പോണൻ്റാണ് നമ്മൾ പഠിച്ചത്. ആ ഒരു ഫ്ലോയിലൂടെ കൂടെ ആയിരിക്കും ഈ മോൾട്ടൺ മെറ്റൽ ഒഴുകി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് എങ്ങനെയാണ്? മോൾട്ടൺ മെറ്റൽ ഈസ് poured into സ്ക്രൂ. ആദ്യം സ്ക്രൂവിലേക്ക് നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുന്നു. അതിനുശേഷം ഇറ്റ് ഫ്ലോസ് ഇൻ ടു റണ്ണർ ആൻഡ് ദെൻ ത്രൂ ദ ഗേറ്റ്. അതിനുശേഷം റണ്ണറിലേക്ക് വരുന്നു, റണ്ണർ വഴി ഗേറ്റിലേക്ക് വരുന്നു. ഫൈനലി ഇറ്റ് എൻറ്റേഴ്സ് ദ മോൾഡ് ക്യാവിറ്റി ആൻഡ് എക്സസ് മെറ്റൽ ഫിൽസ് ദ റൈസർ. അതിനുശേഷം മോൾഡ് ക്യാവിറ്റിയിലേക്ക് വരുന്നു, മോൾഡ് ക്യാവിറ്റി നിറഞ്ഞതിന് ശേഷം റൈസറിലേക്ക് ചെല്ലുന്നു. ഓക്കെ, ഈ റൈസറിൽ ഒരു റിസർവോറായിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ സോൾഡിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഈ ഒഴിക്കുന്ന മെറ്റൽ നിർത്തിയാലും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആ മോൾഡ് ക്യാവിറ്റി നിറയാൻ വേണ്ടി മെറ്റൽ വേണമെങ്കിൽ ആ റൈസറിൽ നിന്ന് തിരിച്ച് വന്ന് ഈ മോൾഡ് ക്യാവിറ്റി ഫില്ലാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷനിങ്. ഓക്കെ, അതിനുശേഷം ഇത് സോൾഡിഫൈ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ സാൻഡൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഈ റൈസറും ഗേറ്റ് വരെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട റിക്വേർഡ് കാസ്റ്റഡ് പ്രൊഡക്റ്റ് കിട്ടും. അങ്ങനെയാണ് കാസ്റ്റിംഗ് നടക്കുന്നത്. ആ ഒരു കാസ്റ്റിംഗ് പോകുന്ന ആ വഴിയിലൂടെ അല്ലെങ്കിൽ ആ മോൾട്ടൺ മെറ്റൽ ഒഴുകുന്ന ആ വഴീനെ പറയുന്നതാണ് ഗേറ്റിംഗ് സിസ്റ്റം. ഓക്കെ,
ഇനി പർപ്പസ് ഓഫ് ഗേറ്റിംഗ് സിസ്റ്റം, എന്തിനു വേണ്ടിയാണ് ഗേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്? എൻഷുർ സ്മൂത്ത് ആൻഡ് കംപ്ലീറ്റ് മോൾഡ് ഫില്ലിംഗ്, മിനിമൈസ് ഡിഫക്റ്റ് ലൈക്ക് ടർബുലൻസ്, ഓക്സിഡേഷൻ ആൻഡ് കോൾഡ് ഷട്ട്, ഇംപ്രൂവ് മെറ്റൽ ഫ്ലോ, കൺട്രോൾ കൂളിംഗ് ആൻഡ് സോൾഡിഫിക്കേഷൻ. പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ പോലെ മോൾട്ടൺ മെറ്റൽ ഒഴുകാൻ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിഫക്ട്സ് ഒഴിവാക്കാൻ, പിന്നെ എന്താ സോൾഡിഫിക്കേഷനൊക്കെ നല്ല രീതിയിൽ നടക്കാൻ, ഇങ്ങനത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു കാസ്റ്റിംഗ് ലഭിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഗേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് പഠിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഗേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം നമ്മൾ പഠിച്ചു, ഡിഫറെൻറ്റ് കമ്പോണൻസ് പഠിച്ചു, അതുപോലെ തന്നെ ഗേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിച്ചു, അതുപോലെ തന്നെ ഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പർപ്പസ് നമ്മൾ പഠിച്ചു. നിങ്ങൾക്കൊരു ഷോർട്ടായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ആൻസർ ചെയ്യുക. ഈ പറഞ്ഞ ഡയഗ്രാം വരയ്ക്കുക, ഡയഗ്രാമിൻ്റെ ഓരോ പാർട്ട് ലേബിൾ ചെയ്യുക, എന്നിട്ട് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക്